ഇവിടെയാണ് കിടന്നത്. ഇവിടെ കിടക്കായിരുന്നു. ഇങ്ങനെ ഒരു വിധി ആരെന്തിനു കൊടുത്തു എനിക്ക് അറിഞ്ഞൂടെ പൊന്നെ. ഇവരടിച്ചെടുത്ത് കുഴിയിട്ടോണ്ട കൂട്ട് കളഞ്ഞിരുന്നു. മദ്യപ കേന്ദ്രം തന്നെയാണ് വീട്. അവിടെ എന്തെങ്കിലും വിളി നടന്നാലും ആരും ശ്രദ്ധിക്കുന്നു. ആരും ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ പോലും കണ്ടാൽ പോലും കാണാതെ ജയിലിൽ പോകത്തേയുള്ളൂ. അരുണും അഭിലാഷും ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. എന്നും പതിവ് പോലെ മദ്യപിക്കുന്ന സ്വഭാവക്കാർ. അന്നും മദ്യപിക്കാനെ ഒത്തുപോയി. പക്ഷെ പിന്നീട് നാട്ടുകാർ കാണുന്നത് അഭിലാഷിന്റെ ചേതനേറ്റ ശരീരമാണ്. ശരീരം ആസകലം മുറിവേറ്റ നിലയിൽ. അതിനുള്ള കാരണം കേട്ട് നാട്ടുകാർ പോലും ഞെട്ടി. അവിടെ ആ സമയത്ത് ഒരു പെണ്ണുണ്ടായിരുന്നു. അഭിലാഷ് ആ പെണ്ണിനോട് മോശമായി പെരുമാറി എന്നതായിരുന്നു കാരണം. ഞാൻ ഇന്നലെ രാവിലെ ഇവിടെ കിടന്നവ ഉറങ്ങിക്കൊണ്ട് കിടന്നത് ആരാ ഫോൺ വിളിക്കണ കേട്ട് അതും കൊണ്ട് അപ്പൊ ഇനി വെളിയിറങ്ങിയപ്പോ കാട്ടുപത്തുള്ള ചെറുക്ക ഇവിടെ വന്ന് നീക്കണ്. അപ്പോഴ് ഇവർ രണ്ടോട് സംസാരിച്ചുകൊണ്ട് താഴത്തെ വീട്ടിൽ പോയി. അവര് 3 പേരും കൂടെ കയറിപ്പോയി. ഇത് മാത്രമേ ആൾക്കാർ പറയണുള്ളൂ. പിന്നെ എനിക്കൊന്നും അറിഞ്ഞൂടാ. എന്റെ കൊച്ചിന് കുടിയന് ഒരു ആടിന്റെ സ്വഭാവം ഒന്നുമുള്ളല്ലേ ഈ ലോകത്ത് തിരക്കെ അറിയാം. ഇത്ര മിന്നത്താണെങ്കിൽ പോലും ആ വീട്ടിൽ പോലും എന്റെ കൊച്ചു പോയിരിക്കും. അവന് ഇങ്ങനെ ഒരു വിധി ആരെന്തിനു കൊടുത്തു എനിക്ക് അറിഞ്ഞൂടെ പൊന്നെ. എന്റെ കൊച്ചിനെ എനിക്ക് തിരിച്ചു തരാൻ പറ്റുമോ? 30 വയസ്സിനകത്ത് ആദ്യത്തെ സംഭവമാണ്. അച്ഛൻ പെട്ടെന്ന് വാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അച്ഛന് വയ്യണ്ട എന്റെ കൊച്ചിനെ ഇങ്ങനത്തെ ഒരു സ്വഭാവം കുടിക്കും. അവൻ ജോലിക്ക് പോയിട്ടൊന്ന് വീട്ടിൽ എത്തുന്നു. അവന് എന്നും പോയിരിക്കണേണ്. ആ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ചെയ്ത് അവന് 2 പേരുണ്ടെന്ന് പറയണു. 2 പേർക്ക് ശിക്ഷ കൊടുത്ത് എൻ്റെ കൊച്ചിൻ്റെ ആത്മാവിനെങ്കിലും ഒരു മോശം മേടിച്ച് കൊടുക്കണം. എനിക്ക് 30 വയസ്സ് വരെ എൻ്റെ പൊന്നു വളർച്ചെനിക്ക് പറ്റൂല. ഇനി ലോകത്തൊരമ്മയ്ക്ക് എൻ്റെ ഗതി വരല്ലേ ഭഗവാനേ. രാവിലെ ജോലിക്ക് പോകും, വൈകിട്ട് 7 മണിയാകുമ്പോൾ വരും. ഞാൻ 6 മണിയായപ്പോഴാണ് വീട്ടിൽ വന്നപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. അത് താഴെ പണയരവിടെ. ഞാനും കൂടെ വന്നതിന് 108 വിളിച്ചോണ്ട് പോയി. ആരും കണ്ടില്ല. ഇവരടിച്ചെടുത്ത് കുഴിയിട്ടോണ്ട കൂട്ട് കളഞ്ഞിരുന്നു. സുഹൃത്തുക്കൾ തന്നെയാണ്. കൂടെ ആൾക്കാരുണ്ടായിരുന്നു. 3 പേരുണ്ടായിരുന്നതാണ് പറഞ്ഞത്. ഞാൻ കണ്ടില്ല. ഇവർ ഒത്ത് സഹകരിച്ച് നടക്കുന്നവർ തന്നെ. മദ്യപാനം 2 പേരും വെള്ളം അടിക്കുന്നവർ തന്നെ. മദ്യപാനം അടിച്ചുകൊണ്ട് ഒരു ശല്യമില്ലാത്ത അഭിലാഷ്. ഇവിടെയുള്ള അയൽക്കാരുടെ മൊത്തം ചോദിച്ചാലും പറയും ഒരു ശല്യമില്ല വെള്ളം അടിച്ചുകൊണ്ട് വന്നാൽ. ഞാൻ ജോലിക്ക് വരുന്നത് ചച്ചുകുളത്ത് പള്ളിയിലായിരുന്നു. ഒരു 5:30 മണിയാകുമ്പോൾ അറിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് മോൻ്റെ കാലടിച്ച് ഒഴിച്ചിട്ടിടുന്നു പറഞ്ഞു. ഇരിക്കുമെന്ന് ചുമ്മാ ഇരിക്കുമോ. അങ്ങനെ ഞാൻ ഈ സംഭവം നടന്നതിൻ്റെ അതിലെ കൂടെ തന്നെ വന്നപ്പോൾ അവിടെ ആരെയും കാണാനില്ല. ഞാൻ അങ്ങനെ കാട്ടുമ്പോൾ ജംഗ്ഷനിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് അവിടെ നിന്നാണ് പെട്ടെന്ന് വണ്ടി വിളിച്ച് വരാൻ പറഞ്ഞത്. വണ്ടി വിളിക്കാതെ ഞാൻ പിന്നെ അവിടെ നിന്ന് ഓടി വന്നപ്പം സത്യപ്രദേശം ആളെ കാണാൻ പോലും ഒക്കെ കണ്ടീഷനിലാക്കി വെച്ചിരുന്നവർ. ഇവർ കൂട്ടുകാരാണ്. ഇവർ ഇങ്ങനെ സ്ഥിരമായി മദ്യപിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ ഇങ്ങനെ മദ്യപിച്ച് അവിടെ ആ സ്ഥലത്ത് വെച്ചുണ്ടായ എന്തോ ഒരു ചെറിയ വാക്കുതർക്കോ പ്രശ്നങ്ങളാണ് ഇത് അടിപിടിയിൽ കലാശിക്കുകയും ഈ തരത്തിൽ ഇത് അവസാനിക്കുകയൊക്കെ ചെയ്തത് എന്നാണ് പറഞ്ഞു കേട്ടത്. ഒരു കൂട്ടുകാരായിരുന്നോ? ഒരു കൂട്ടുകാരാണ്. ഈ പ്രദേശത്ത് ഇവരെല്ലാവരും ഒരുമിച്ച് സഹകരിക്കുകയും ഒരുമിച്ച് നടക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടുകാരാണ്. മദ്യപാനം കൂടിയതിൻ്റെ അല്ല അതെനിക്കറിയില്ല. പക്ഷേ എങ്കിലും സംഭവം ഇത് ഈ മദ്യപാനത്തിൻ്റെ പുറത്ത് ഉണ്ടായ ഒരു സംഭവമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, ജോലിക്കൊക്കെ പോകുന്ന ആ കുട്ടികളാണോ? അതോ ജോലിക്ക് പോകുന്ന പ്രകടനമുണ്ട്. ഈ പയ്യൻ തന്നെ മരിച്ചവൻ തന്നെ ഏതോ വർക്ക്ഷോപ്പിലാണ് പണിക്ക് പോകുന്ന പയ്യനാണെന്നാണ് പറഞ്ഞു കേട്ടത്. നേരത്തെ ഇതുപോലെ വല്ല പ്രശ്നം ഉണ്ടായതായിട്ട് കേട്ടിട്ടില്ല. നേരത്തെ ഇവനുമായി പ്രശ്നം ഉണ്ടായതായിട്ടൊന്നും കേട്ടില്ല. അല്ലാതെ ഇവിടെ മറ്റു പല പ്രശ്നങ്ങളൊക്കെ ഇതേപോലെ മദ്യപാനവുമായി ബന്ധപ്പെട്ടുണ്ടാകാറുണ്ട്. പക്ഷെ അത് പോലീസിൻ്റെ ഒരു നിരീക്ഷണം ഈ പ്രദേശത്ത് കൂടുതൽ അത്യാവശ്യമാണ്. കൂടെ ഈ മദ്യപിച്ച് കൊണ്ടുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെങ്കിൽ പോലീസിൻ്റെ ഒരു സജീവ സാന്നിധ്യം, പോലീസിൻ്റെ ഒരു ശ്രദ്ധയും
ഈ കാര്യത്തിൽ ഉണ്ടായാലേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകും. ഇവരെ ശല്യങ്ങളെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. സമീപപ്രദേശത്തെ ആളുകൾക്ക് താമസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പലർക്കും ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്നും തുറന്ന് പറയാൻ കഴിയാത്ത വിധം ഇങ്ങനെ പോകുന്ന ഒരു കൂട്ടത്തിലാണ്. കാരണം ആരെങ്കിലും കുറിച്ച് ആരുടെയും പരാതി പറഞ്ഞാൽ പിന്നെ അവർക്ക് നേരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരും ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ പോലും കണ്ടാൽ പോലും കാണാതെ ജയിലിൽ പോകത്തേ ഉള്ളൂ. ഇത് അവർ രാവിലെ മരുന്നടിച്ച് അതിൽ എന്തരാ പിന്നെ ഒരു വാക്ക് തർക്കമുണ്ടായി ഉള്ളൊരടിയാണ്. കൂട്ടുകാർ തമ്മിലാണ്? കൂട്ടുകാർ തമ്മിൽ ആണോ? മുൻവൈരാഗ്യം ഒന്നുമില്ലാത്ത ആണ്. അങ്ങനെയൊന്നുമില്ല? അങ്ങനെയൊന്നുമില്ല. പിന്നെ ബോഡി എവിടെ കിടന്നു? അത് അവരിപ്പോൾ പോലീസ് ഒരു ഇത് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് അവരെ കക്കൂസിൻ്റെ ബാക്കിൽ ഒരു ഉടുപ്പ് കിടന്ന സ്ഥലത്താണ്. അവരെ സ്റ്റെപ്പിൻ്റെ അവിടെയാണ് അവർ പോലീസ് ഇതൊക്കെ കെട്ടിയിരിക്കുന്നത്. അവിടെ നിന്ന് അവരെ കക്കൂസിൻ്റെ ബാക്കിൽ ഉടുപ്പ് കിടപ്പുണ്ട്. അവിടെയാണ് ഇവരിങ്ങനെ നേരത്തെ ചെയ്യാറുണ്ടോ മദ്യപിക്കാനോ? അവിടെ ഒരു മദ്യപ കേന്ദ്രം തന്നെയാണ് ആ വീട്. അവിടെ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അവിടെ എന്തെങ്കിലും വിളി നടന്നാലും ആരും ശ്രദ്ധിക്കത്തില്ല. പയ്യൻ്റെ പേര് അഭിലാഷ് അല്ലേ? അഭിലാഷ്. അഭിലാഷ് എത്ര വയസ്സായി? അവന് 28 വയസ്സായി. ജോലിയുണ്ടോ? ജോലി? അവൻ ടയറിൻ്റെ പണിക്ക് പോകും. നേരത്തെ ഇതുപോലെ വഴക്കുണ്ടാക്കാനൊക്കെ? അല്ല, ഇപ്പം അങ്ങനെ വഴക്കിനൊന്നിനും പോകുന്നതല്ല. മദ്യപിക്കാൻ വഴക്ക് ഉണ്ടാക്കാറില്ല? ഇല്ല. വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു അറിയാം? അതറിയത്തില്ല. കൂട്ടുകാരൊക്കെ ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ ചെന്നപ്പോൾ ആ വീട്ടിൽ ആരും ഇല്ലായിരുന്നു. അങ്ങനെ ഇത് അടി നടന്നെന്ന് പറഞ്ഞാൽ നമ്മൾ തിരക്കി പോയപ്പോഴാണ് കണ്ടത്. ബോഡി എപ്പോഴാണ് കണ്ടത്? നമ്മളൊരു 4-4:30 മണിയാവും അല്ലേ? 4:30 മണിയാവും. വെളുപ്പിനല്ല, രാത്രി. ഇതേ സമയം 4:30 മണി സന്ധ്യയ്ക്ക്. ഇത് രാവിലെ ഒരു മരുന്നടിച്ച് തുടങ്ങിയതാണ്.